നമ്മൾ ഹല്ലേലൂയ തുറന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവനെ ചൈതന്യവും തരുന്ന വചനം ആമേൻ അല്പസമയം നമ്മൾ കേൾക്കുവാൻ, അത് ഗ്രഹിപ്പാൻ, അത് ചിന്തിപ്പാൻ, ആമേൻ ആ മൂലം അതിന്റെ ആമേൻ ഹല്ലേലൂയ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ കാതുകളെ ഏൽപ്പിച്ചു കൊടുക്കാം, ആമേൻ നമ്മുടെ കണ്ണുകളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി കാലം തുടർന്നുള്ളതായിരിക്കുന്ന ചില സമയങ്ങൾ ആമേൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. ആമേൻ നമ്മൾ ചെയ്തു വരുന്നത് പോലെ ആമേൻ നമ്മുടെ കൂട്ടത്തിൽ ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ദൈവദാസന്മാർ, സഹോദരങ്ങളൊക്കെ ആമീൻ ചില നിമിഷങ്ങൾ നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കും. അതിനുശേഷമായി ആമീൻ കടന്നു വന്ന ആമീൻ ഹല്ലേലൂയ ദൈവദാസന്മാർ ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കുവാൻ ആമീൻ സമയമുണ്ട്. ഇന്ന് രാത്രികാലം തുറന്നുള്ളതായിരിക്കുന്ന ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ 15 മിനിറ്റ് ആമീൻ നമ്മളോടൊപ്പം ഹല്ലേലൂയ ആമീൻ ആയിരിക്കുന്ന ആമീൻ ഈ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ തുടർമാനമായി നമ്മളോട് ചേർന്ന് ഹല്ലേലൂയ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദേശത്ത് പാർക്കുന്ന ആമീൻ സുരേന്ദ്രൻ ഭാഷ മുമ്പോട്ട് കടന്നു വന്ന് 15 മിനിറ്റ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആമീൻ ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കും. അതിനുശേഷമായി ആമീൻ തുടർന്നുള്ള സമയങ്ങൾ ഹല്ലേലൂയ ശിംശോൻ ഭാഷ നമ്മുടെ അടലിലെ മുൻപിലുണ്ട്. ആമീൻ ചില ആഴ്ചകൾ ശേഷമായി ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നല്ലോ. തുടർന്നുള്ള സമയങ്ങൾ ആമീൻ ദൈവദാസൻ സംസാരിക്കും. ആമീൻ ഇപ്പോൾ ഹല്ലേലൂയ സുരേന്ദ്രൻ ഭാഷ ഞാൻ ഹല്ലേലൂയ മുൻപോട്ട് സ്വാഗതമായി ക്ഷണിക്കുകയാണ്. കരങ്ങളെ തട്ടി രാത്രി കാലം സ്വാഗതം ചെയ്തു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏഴയാകുന്ന എനിക്ക് ഇന്ന് ഐക്യക്കൂട്ടായ്മയുള്ള ബന്ധത്തിലൂടെ അയപ്പാൻ വലിയവനായ ദൈവം കൃപ ചെയ്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്ന കർത്താവിന്റെ വിജയദാസൻ മാസ്റ്റർ ജോസഫ്, ഇവിടെ വേദിയിലായിരിക്കുന്ന പുസ്തകത്തിലുള്ള കർത്താവിന്റെ വിജയദാസന്മാര്, എൻ്റെ സഹോദരങ്ങളായിരിക്കുന്ന പ്രദേശവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എൻ്റെ സാക്ഷ്യങ്ങളൊന്നും തന്നെ ഇന്ന് രാത്രി പറയേണ്ടതായിട്ട് തോന്നുന്നില്ല. ഇന്ന് രാത്രി ഞാനൊരു പ്രസംഗം ഒരുക്കത്തോടെ അല്ല കിടക്കുന്നെങ്കിലും കർത്താവിന്റെ വിജയദാസൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചെറിയ ഒരാലോചന പറഞ്ഞിട്ടിരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിനോട് സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ദേശത്തിന് വേണ്ടി കരയുവാൻ, ദേശത്തിന് വേണ്ടി, ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പ്രഘോഷിക്കുവാൻ അനേകിടങ്ങളിൽ നിന്ന് കർത്താവിന്റെ ഭക്തന്മാരെ നാളുകളായി ഇവിടെ കൂട്ടിവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ പ്രത്യാശയുണ്ട്. ഈ പ്രോഗ്രാമിനെ തുടങ്ങിയ ശേഷമായി ആദ്യമായിട്ടാണ് ഞാൻ ദൈവവചന ശുശ്രൂഷയായിട്ട് നിമിഷങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അനേക നാളുകൾക്ക് മുന്നമേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാവണമെന്ന താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ചിലരൊക്കെ ഇവിടെ സംസാരിക്കാനിടയായി. അന്നൊന്നും അത് പ്രാബല്യത്തിൽ വരുവാനായി കഴിഞ്ഞില്ല. സ്തോത്രം. എന്നാൽ നാളിന് ശേഷമായി അടിയന്റെ പ്രാർത്ഥന യഹോവയായ ദൈവം കേട്ടു എന്നുള്ള സത്യമാണ്. സ്തോത്രം. 2024 ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രിയപ്പെട്ട ജോസ് ബ്രദറിലൂടെ ഇവിടെ ഉണ്ടാകുവാനിടയായി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ദേശത്തിന്റെ വിടുതലിനായി കടന്നു വരുമ്പോൾ യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ യോനായെ കർത്താവ് ഒരു സ്ഥലത്ത് നിന്ന് യോനായെ നിലവിലേക്ക് കർത്താവ് പറഞ്ഞയക്കുകയാണ്. സ്തോത്രം. എന്നതുപോലെ ഈ ദേശത്തിന്റെ വിടുതലിനായി, ഈ ദേശത്തെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കേണ്ടതിനായി പ്രിയപ്പെട്ട ജോസ് ബ്രദറിനെ കർത്താവ് യോനെ അയച്ചതുപോലെ ഈ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെ പ്രത്യാശയുണ്ട്. ഇവിടെ യോന പ്രദേശത്ത് ചെന്ന് നിലവിലേക്ക് ചെന്ന് താൻ 3 ദിവസത്തെ വലിയ ദൂരം നടന്ന് താൻ ദൈവത്തിന്റെ ആലോചന ശക്തമായി വിളിച്ചറിയിക്കുകയും ആ നിലവേ രാജ്യം മുഴുവനും കർത്താവിനെ ആശ്രയിപ്പാനും വിശ്വസിപ്പാനും ഇടയായി നമ്മൾ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ പ്രദേശത്ത് അനേക പ്രിയപ്പെട്ടവർ എന്റെ സമപ്രായക്കാരും എന്നേക്കാൾ പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, എന്നേക്കാൾ വിശ്വാസത്തിൽ കാലപ്പഴക്കമുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും അനേക പ്രിയപ്പെട്ടവർ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കാണുമ്പോൾ പലപ്പോഴും എന്റെ ഹൃദയം വേദനപ്പെട്ടിട്ടുണ്ട്. എന്റെ കാരണമാണോ, എന്റെ പ്രാർത്ഥന കുറവാണോ, എന്റെ പ്രദേശത്ത് എന്റെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാതെ ഇങ്ങനെ കടന്നു പോകുന്നെന്ന് ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിനുള്ള സ്തോത്രം. ഇത് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. നാം എല്ലാവരും ഒരുമിച്ച് ദേശത്തിനായി കരയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്ത് തീർച്ചയായിട്ടും ഇറങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അനേക ഹൃദയങ്ങളെ തൊടുവാനിടയായി തീരുന്നത് പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ജീവിതത്തിൽ, എന്റെ വിശ്വാസ ജീവിതത്തിൽ ഇതുവരെയും എന്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചൊന്നും തന്നെ എന്റെ കർത്താവ് മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ. തക്ക സമയം കർത്താവ് എനിക്ക് ആവശ്യമാക്കുന്ന എല്ലാ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള മുഖത്ത് പോകുവാനും ടീമായി പ്രവർത്തിക്കുവാനും, പരസ്യങ്ങളിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ, എറണാകുളം ജില്ലകളിലൊക്കെ ടീമായി കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുവാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു തിരുവചന ഭാഗം വായിച്ച് ഞാൻ പെട്ടെന്ന് ഇരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയോളം ഓടി പോവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് 36-ാമത്തെ വാക്യം പോലെ വായിക്കുമ്പോൾ ശീമോൻ പത്രോസിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല, പിന്നത്തേത് നീ എന്നെ അനുഗമിക്കും എന്ന് യേശുവിനോട് ഉത്തരം പറഞ്ഞു. പത്രോസിനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്ത്? ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോടും ശിഷ്യന്മാരോടും യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്നു നീ എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയ. പത്രോസിനോട് അപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, പത്രോസ് ഇത് വെളിപ്പെടുത്തിയത് ജഡത്തിലൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവത്തെ വെളിപ്പെടുത്തിയത് എന്ന് പത്രോസിനോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പത്രോസിന്റെ ആ ഉറച്ച വിശ്വാസം, അവന്റെ തീഷ്ണത മനസ്സിലാക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ അത്രക്കാലം പറയുവാനുള്ളത്, കർത്താവ് ആരെന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട്, കർത്താവിന്റെ പിന്നാലെ, കർത്താവിന്റെ പാൽപ്പെടുത്തലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർണ്ണമായി അവൻ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നിൽ ഞാൻ ഒരു പ്രസ്ഥാനം പണിയുമെന്ന്. നിങ്ങളിൽ നമ്മൾ ഓരോരുത്തരിലും കർത്താവിന് ഒരു പ്രസ്ഥാനം പണിയുവാൻ ആഗ്രഹമുണ്ട്. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നാം പാർക്കുന്ന പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേല വർദ്ധിച്ചു വരുവാൻ, കർത്താവിന്റെ ആരാധന വർദ്ധിച്ചു വരുവാൻ, കൂട്ടായ്മകൾ വർദ്ധിച്ചു വരുവാൻ, ഒരു പ്രസ്ഥാനമായി വളരുവാൻ, അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് പത്രോസിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചു. കർത്താവിന്റെ ആഗ്രഹം പലപ്പോഴും നമ്മെ പല രീതിയിലും കർത്താവിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാനായി കർത്താവ് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ്. പഠിക്കുമ്പോൾ 3-ാം അധ്യായം പഠിക്കുമ്പോൾ പത്രോസും യോഹന്നാനും 9 മണി നേരത്തെ ചെല്ലുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നതായി കാണുക.
അവരോട് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി അവൻ യോഹന്നാനെ പത്രോസിനെ ഉറ്റുനോക്കുമ്പോൾ അവരെ നോക്കിയിട്ട് പറയുന്നത്, പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരുവാനില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരിക. വിലപിടിപ്പുള്ളതൊന്നും ഞങ്ങൾക്ക് ഇല്ല, വിലപിടിപ്പുള്ളതിനൊന്നും ഞങ്ങൾ അതൊന്നും ഞങ്ങൾ കാര്യമായി എടുക്കുന്നില്ല. അനേകരും ധനത്തിനും സമ്പത്തിനും നിലനിൽപ്പിനും വേണ്ടി ഓടുമ്പോൾ അവർ പറയുകയാണ്, യേശുവിന്റെ നാമമല്ലാതെ, യേശുവിൽ കൂടെ അല്ലാതെ, അവനെ പറയുവാനല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇന്ന് അനേകർ അങ്ങനെയാണ്. എനിക്ക് സമ്പത്തുണ്ട്, പൊന്നും വിലപിടിപ്പുള്ളതാണ്, എനിക്ക് വിലപിടിപ്പുള്ള കുറെ കാര്യങ്ങളുമുണ്ട്, അതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയോട് പറയുകയാണ്, ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ല. ഞങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം എന്ന് പറയും. അതുകൊണ്ട് നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായിരിക്കും നമ്മൾ. ധനത്തെയോ വസ്തുക്കളെയോ സ്വത്തുക്കളെയോ മക്കളെയോ ഒന്നും തന്നെ നമ്മൾ ബോഡിയായി കാണാതെ അതിന്റെ എല്ലാം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നുമില്ലായ്മയിലൂടെ സ്തോത്രം വരുവാൻ ആഗ്രഹിക്കുന്ന, നടക്കുവാൻ ആഗ്രഹിക്കുന്ന, ആലയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആ ഉടന്തനായവൻ ആലയത്തിന് വെളിയിലിരിക്കുമ്പോൾ ഇന്ന് രാത്രി കല്ലിൽ നമ്മൾ ദൗത്യം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ഞങ്ങളോടൊപ്പം ആലയത്തിലേക്ക് വരണമെന്നുള്ള ഒരു ദൂതാണ് ആ ഭിക്ഷക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം, നാം എല്ലാവരും ദേശത്തിന്റെ കാവൽക്കാരാണ്. എല്ലാവരും നിന്റെ അടുത്തുള്ള ഒരു ഭാവി നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും രക്തം നമ്മോട് ചോദിക്കും. ഭിക്ഷക്കാരനെ കണ്ടിട്ട് അവരെ കുനിഞ്ഞ് അവനൊന്നും കൊടുക്കാതൊന്നും പറയാതെ അകത്തേക്ക് പോയിരുന്നെങ്കിൽ അവന്റെ രക്തം ആ പത്രോസും യോഹന്നാനോട് ദൈവം ചോദിക്കും. ഈ ഐക്യകൂട്ടായ്മ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒരുമിച്ച് ദേശത്തിന് വേണ്ടി യാഗവസ്തുക്കളായി ദേശത്തിന് വേണ്ടി യാഗമായി തിരഞ്ഞെടുക്കുകയാണ്. യാഗമായി നമ്മെ അർപ്പിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അനേകരെ കരങ്ങൾ പിടിച്ച് ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്, അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുകയാണ്. സ്തോത്രം. പത്രോസും യോഹന്നാനും ആരെ ഉറ്റുനോക്കിയെന്നാണ് നമ്മൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ ഉറ്റുനോക്കി അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് സത്യവർത്തമാനം പറയുമ്പോൾ അവൻ നമ്മോട് ഒരുമിച്ച് ആലയത്തിലേക്ക് വരികയാണ്. ഞാൻ ശുശ്രൂഷ സ്ഥലത്തും ഐക്യമുട്ടായ്മയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ 7 ദിവസം ഐക്യമുട്ടായ്മയുടെ സ്തോത്രം. പ്രിയമുള്ളവരെ, നാളുകളിൽ സമയം ആയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ നിന്റെ സമീപേ ഇരിക്കുന്ന മുടന്തൻ, നിന്റെ സമീപേ ഇരിക്കുന്ന പാവി, നിന്റെ സമീപേ ഇരിക്കുന്ന വ്യക്തി ആലയത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. യേശുവിനെ അറിയുവാൻ ഇടയായിത്തീരും. നമ്മൾ പറയും, പത്രോസിനെ പോലെ നമ്മൾ പറയും, നിനക്ക് വേണ്ടി എന്റെ ജീവൻ വെച്ച് കളയുമെന്ന് പറയും. പക്ഷേ പത്രോസിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനെ നീ 3 പ്രാവശ്യം തള്ളി പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അവന് വേണ്ടി ജീവൻ വെച്ച് കളയും, അവന് വേണ്ടി ഞാൻ ഉപവസിക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കും, പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സ്തോത്രം, നിന്റെ ഹൃദയവും നമ്മുടെ ജീവിതവും ഒരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എന്റെ പ്രവർത്തിയാണ്, എന്റെ ജീവിതമാണ് എന്റെ സാക്ഷ്യം എന്നതുപോലെ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഐക്യകൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ കർത്താവ് വരാൻ സമയം എടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ദേശത്തിന് വേണ്ടി നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇവിടെ കടന്നു വന്ന് നമ്മൾ ആരാധിച്ച് ചായ കുടിച്ചിട്ട് പോകുന്നതല്ല, ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഒരിക്കലും കർത്താവിനോട് ശിഷ്യന്മാര് കർത്താവിലേക്ക് പോകുമ്പോൾ കുഴന്മാർ നിലവിളിക്കുമ്പോൾ കർത്താവ് കടന്നു പോകുന്ന ശബ്ദം കേട്ട് അവന് കാഴ്ചയില്ലാതെ അവർ പറഞ്ഞത്, ആരാണ് കടന്നു പോകുന്നത്? ദാവീദ് പുത്രന്റെ മനസ്സറിയണമേ എന്ന് നിലവിളിക്കുമ്പോൾ
യേശുവിന്റെ കൂടെ പോയ ശിഷ്യന്മാരാ പറഞ്ഞ മിണ്ടാതിരാന്ന്. സ്തോത്രം. നീ യേശുവിനെ വിളിക്കരുതെന്ന് പറഞ്ഞ് മിണ്ടരുതെന്ന് ശിഷ്യന്മാരാ പറഞ്ഞത്. അല്ലേ? അവന്റെ പിന്നാലെ പോയവർ നമുക്ക് ഒരിക്കലും അവന് വാക്ക് വരുവാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, അനേകരെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്ര ന്യായസത്തിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ വെടിപ്പുള്ളവരായി നിൽക്കുവാൻ, ഹല്ലേലൂയ അനേക ഹല്ലേലൂയ സ്തോത്ര കതിരുകളെ പറക്കി രൂത്ത് ബോവസിന്റെ വയലിലേക്ക് ചെന്നതുപോലെ, ഹല്ലേലൂയ ബോവസിന്റെ കളത്തിലേക്ക് ചെന്നതുപോലെ, ഹല്ലേലൂയ നീ രക്ഷിക്കപ്പെട്ട് ജീവിച്ചു, ആത്മീയമായി ജീവിച്ചു, മാനസാന്തരപ്പെട്ട് സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാർത്ഥന കൂട്ടായ്മ പോകുന്ന പ്രിയജനമേ, ഹല്ലേലൂയ നീ കളത്തിലായിരിക്കുകയാണ്, ഈ വയലിലായിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യജമാനൻ വരുവാൻ സമയമാകുമ്പോൾ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ കതിര് കാണിക്കേണ്ടി വരും. ഹല്ലേലൂയ രൂത്തിന് കൊയ്ത്തൊന്നും അറിയത്തില്ല, വാള് പിടിക്കാനൊന്നും അറിയത്തില്ല. എങ്കിലും ആ രൂത്തിനോട് ഹല്ലേലൂയ കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് പറക്കണമെന്ന് പറയുമ്പോൾ യജമാനൻ അവരുടെ ഇരിക്കുന്ന കൊയ്ത്തുകാരോട് പറയുകയാണ്, രൂത്ത് വരും. അവർക്ക് പാടാനും പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തില്ല. അവർക്ക് ചില കതിരുകളൊക്കെ ഇട്ട് കൊടുക്കണം. ഹല്ലേലൂയ. അവളെ നിങ്ങൾ സഹകരിക്കരുത്, അവളെ നിങ്ങൾ വഴക്ക് പറയരുത്, അവളെ നിങ്ങൾ ഒന്നും പറയരുത് കേട്ടോ. അവൾ മോവാബിൽ വന്നവളാണ്, അവൾക്കൊന്നും അറിയത്തില്ല. അവൾക്ക് ചില കാലയിൽ കതിരുകൾ പറക്കിയിട്ട് അവൾ അതുകൊണ്ട് ജീവിച്ചോളും. ഹല്ലേലൂയ. അവളെ ഒന്നും പറയരുത്. ഹല്ലേലൂയ. അവളെ ശാസിക്കരുത്, അവളെ ഒന്നും പരിഹസിക്കരുത്, അവളെ ഒന്നും നിന്ദിക്കരുത്, അവളോട് പോസ്റ്റ് പറയരുത്. അവർ നിങ്ങളെ പിറകെ കൊയ്യട്ടെ എന്ന് മകൾ രാത്രിക്കാൽ പറയട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ നമ്മുടെ പിന്നാലെ കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, അതിനായി ഒരുക്കട്ടെ എന്ന് മാത്രം ഈ നിമിഷം പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ പ്രവർത്തനത്തിൽ ഇരിക്കുന്നു. സമയം അനുഭവിച്ച ദൈവദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ താണിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും മാനിക്കട്ടെ. അനുഗ്രഹമായിരിക്കും ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം. ആമേൻ. ഹല്ലേലൂയ. ദൈവദാസനെ കൂടി കേൾക്കുവാൻ ഇടയായി തീർന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 36-ാം വാക്യമാണ് താൻ വായിച്ചത്. ആമേൻ. പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ്, ആമേൻ, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവനും കൂടെ ആമേൻ കർത്താവിനോട് കൂടെ ഒന്ന് ചെല്ലുവാൻ ആഗ്രഹിച്ച് ചോദിക്കുന്ന ചോദ്യത്തെ കുറിച്ചാണ് ആമേൻ താൻ ഹല്ലേലൂയ ഇവിടെ നമ്മളോട് സംസാരിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഇപ്പോൾ ഹല്ലേലൂയ നിനക്ക് വരുവാൻ സാധിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനുണ്ട്. ആമേൻ. ചില ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചില ദൈവീയ അഭിഷേകം നീ പ്രാപിക്കുവാനുണ്ട്. അതിനുശേഷമേ നിനക്ക് കടന്നു വരുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ ആമേൻ ആശ്വസിപ്പിക്കുന്നതായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ഇന്ന് രാത്രികാലം തുടർന്നുള്ള സമയങ്ങൾ ഹല്ലേലൂയ ആമേൻ ചില നിമിഷങ്ങളോടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കാം. അതിനായി ആമേൻ ഹല്ലേലൂയ ഭാഷയെ ഞാൻ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇവിടെയുള്ള ദൈവമക്കളുമായി ചേർന്ന് ഈ ഐക്യക്കൂട്ടായ്മയിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ദാസനെ ശ്രമിക്കുവാനിടയായിത്തീർന്നു. സമയത്തിന്റെ പരിമിതി മുന്നിൽ നോക്കി നിൽക്കുന്നത് കൊണ്ട് വേഗത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അതിന് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ മതി. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അഭിഷക്തന്മാർക്കും, എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയ സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, മതക്കൾ,
എല്ലാവർക്കും ദേഹപ്രഥമന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നോടുകൂടെ ഒന്നിച്ച് ഞങ്ങൾ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ വിശ്വാസി ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവദാസൻ പറഞ്ഞതുപോലെ ചില നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ കടന്നു വന്നത്. കാരണം മറ്റൊന്നുമല്ല, കടന്നു വരുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതല്ല. ഓരോ ദിവസവും മീറ്റിങ്ങുകൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വരാതിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്നേഹിതന്മാരായ 2 ദൈവദാസന്മാർ പുനലൂർ പട്ടണത്തിൽ ഒരു ദൈവദാസൻ 40 ദിവസം ഉപവസിക്കുന്നു, മറ്റൊരു ദൈവദാസൻ ഏനാത്ത് പട്ടണത്തിൽ 40 ദിവസം ഉപവസിക്കുന്നു, അങ്ങനെ 21 ദിവസം ഉപവസിക്കുന്നു. അങ്ങനെ പല പല മീറ്റിങ്ങുകൾ, സഭയുടെ മീറ്റിങ്ങുകളൊക്കെ ഉള്ളത് കൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നിമിഷവും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ഈ വായിക്കപ്പെട്ട തിരുവചനത്തിന്റെ പൊരുളുകളൊന്നും വിവരിക്കുവാൻ സമയം ഇല്ല. ലൂക്കോസിനെ കുറിച്ചോ ഈ ലേഖനത്തെ, ഈ പുസ്തകത്തെ കുറിച്ചോ സുവിശേഷത്തെ കുറിച്ചോ ഒന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് വായിക്കപ്പെട്ട ആ വചനത്തിനകത്തേക്ക് ഇറങ്ങി ഒരു വാക്ക് അടർത്തിയെടുത്ത് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. അവിടെ ഇങ്ങനെ വായിച്ചു, എലിസബത്ത് ഗർഭം ധരിക്കാനിടയായി തീർന്നു. ഗർഭം ധരിച്ചതിന് ശേഷം അവളുടെ നിന്ന കർത്താവ് എടുത്തു മാറ്റാനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളെ, നാളുകളായി നാം ഭാരപ്പെടുന്ന, നാളുകളായി നാം പ്രയാസപ്പെടുന്ന, നാളുകളായി നാം ആരോട് എന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുമെന്ന് ഭാരപ്പെടുന്ന വിഷയത്തിന് ഇന്ന് രാത്രി കർത്താവ് പറയുക, ഞാൻ നിന്റെ നിന്ന എടുത്തു മാറ്റും. ഭാരത്തോടെ വേദനയോടെ നാളുകളായി വേദനകൾ ഉള്ളിൽ സഹിച്ചുകൊണ്ട്, വേദനകൾ പുറത്തോട്ട് പറയാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നോക്കി, അല്ല ദേശത്തെ നോക്കി ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ചില നിന്ദകളെ ഈ ദിവസങ്ങളിൽ എടുത്തു മാറ്റും. 2024 പ്രാരംഭം മുതൽ, അല്ല ജീവിത കാലഘട്ടം മുതൽ അനുഭവിക്കുന്ന നിന്ദകൾ ആരെന്ന് എടുത്തു മാറ്റുമെന്ന് കരുതി ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ആ നിന്ദയെ എടുത്തു മാറ്റാൻ, ആ പരിഹാസത്തെ എടുത്തു മാറ്റാൻ, ആ ആക്ഷേപത്തെ എടുത്തു മാറ്റാൻ കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കി കടാക്ഷം ചൊല്ലുകയാണ്. തിരുവഴുത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നോക്കൂ, ഒരു ജനത 400 വർഷം മുസ്ലിമിയ അടിമത്തത്തിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ, ഭാരം അനുഭവിക്കുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ, ഞെരുക്കം അനുഭവിക്കുമ്പോൾ, അവരവരോട് കിടന്ന് നിലവിളിക്കുമ്പോൾ ഇന്ന് രാത്രി അവരെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ നീ 400 വർഷം അനുഭവിച്ച നിന്നയുണ്ടല്ലോ, ഒരു നിമിഷം കൊണ്ട് ഞാൻ എടുത്തു മാറ്റും. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, നാം അനുഭവിക്കുന്ന വേദനകൾ ഒത്തിരി നാൾ നമുക്ക് ചുമക്കാനുള്ളതല്ല. നാം അനുഭവിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തലം തട്ടി ഒഴുകുന്നത് ഏറെ നാൾ കരയാനുള്ളതല്ല. ഈ രാത്രി ആ കണ്ണുനീരിനെ തുടയ്ക്കാൻ കഴിയുന്നവൻ, ആ നിന്നയെ ചുമക്കാൻ കഴിയുന്നവൻ, ആ നിന്നയെ മാറ്റാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയും ഈ കൂട്ടായ്മ ഇറങ്ങി വന്നിട്ടുണ്ട്. 400 വർഷം ജനത അവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുക, അവർ നിലവിളിക്കുകയാ, അവർ കരയുകയാ, അവർ പ്രാർത്ഥിക്കുകയാ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സങ്കടം ആരെന്ന് കാണും, ഞങ്ങളുടെ വേദന ആരെന്ന് കാണും, ഞങ്ങളുടെ ഞെരുക്കം ആരെന്ന് കാണും, ഞങ്ങളുടെ കണ്ണുനീർ ആരെന്ന് കാണും എന്ന് പറഞ്ഞ് ജനത എവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, ആരും കണ്ടില്ലെങ്കിലും, ആരും ഇറങ്ങി വന്നില്ലെങ്കിലും ഇറങ്ങി വരുന്ന സ്വർഗ്ഗമുണ്ട് കേട്ടോ. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, കിടക്കുന്ന കിടപ്പിൽ, നിന്റെ യാത്രയിൽ, ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, ഞാൻ എപ്പോഴും എന്ന സഭയിൽ പറഞ്ഞ കാര്യമുണ്ട്. ഒരുപക്ഷെ കൂട്ട് സ്നേഹിതർ വന്നു കാണത്തില്ല, സഭാവിശ്വാസികൾ വന്നു കാണത്തില്ല, സ്വന്തം ബന്ധുമിത്രാദികൾ വരാൻ കഴിയത്തില്ല, ഒരുപക്ഷെ സഭ പാസ്റ്റർ വരാൻ കഴിയത്തില്ല. ആരും വന്നില്ലെങ്കിലും ഇന്ന് രാത്രി സ്വർഗം തുറന്ന്
കർത്താവ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും, നീ ഇത്രയും നാൾ ചുമന്ന നിന്നയുണ്ടല്ലോ കുഞ്ഞേ, ആ നിന്ന ഞാൻ എടുത്തു മാറ്റി. നോക്കണം, 1-2 വർഷമല്ല, 400 വർഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് ഭാരങ്ങൾ പേറി, ദുഃഖങ്ങൾ പേറി, സങ്കടങ്ങൾ പേറി, നിരാശയുടെ വാക്കിൽ ഇനി എങ്ങനെ അടുത്ത നിമിഷങ്ങൾ എന്റെ കാൽപാദങ്ങൾ എടുത്തു വയ്ക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ ഒന്ന് നിലവിളിക്കാൻ കഴിയുമോ? നീ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നീ ഒന്ന് കരയാൻ കഴിയുമോ? ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിറങ്ങി ആ സങ്കടത്തെ കാണും, ആ നിലവിളിയെ കാണും, ആ ഭാരത്തെ കാണും. രാത്രി നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? നമ്മുടെ നിന്നെ അവൻ എടുത്തു മാറ്റുന്നവനാണ്. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രി പറയാനുണ്ട് സഹോദരൻ. ഞാൻ ആ ഭാഗത്താണ് നിൽക്കാൻ എനിക്ക് താല്പര്യം, സമയം അനുവദിക്കുന്നില്ലല്ലോ. എങ്കിൽ തന്നെയും കരയാൻ താല്പര്യമാണെങ്കിൽ, നിലവിളിക്കാൻ താല്പര്യമാണെങ്കിൽ, കണ്ണുനീർ ഒഴുക്കാൻ താല്പര്യമാണെങ്കിൽ, നാം ഇന്നലെ സഹിച്ച, ഇന്നലെ അപമാനമേറ്റ, ഇന്നലെ പരിഹാസമേറ്റ നിന്നയെ എടുത്തു മാറ്റാൻ എന്റെ കർത്താവ് ആ മിസ്രയീമിന്റെ മതിലേക്ക് ഇറങ്ങി. ഫറവോൻ വിചാരിച്ചത് ഈ ജനത്തെ എന്നും അവരുടെ ഒതുക്കി കളയാമെന്ന, ഈ ജനത്തെ അവരുടെ കഷ്ടപ്പെടുത്താമെന്ന, ഇവരുടെ ജീവിതകാലം അവിടെ അവരെ പൂട്ടിക്കെട്ടിയിടാമെന്ന. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതല്ലായിരുന്നു. ഒരു നടത്തിപ്പുകാരനെ ഇത് മിസ്രയീമിലേക്ക് അയക്കേണ്ടതായിരുന്നു. ജനത്തിന്റെ നിന്ന മാറ്റി, പരിഹാസം മാറ്റി, ആരാധിക്കേണ്ടവരെ ആരാധിക്കേണ്ട വിധം ആരാധിക്കാൻ വേണ്ടി ദൈവം തന്നെ ജനത്തെ നടത്തിപ്പുകാരന്റെ കൂടെ കനാൻ ദേശത്തേക്ക് പിതാക്കന്മാരുടെ വാഗ്ദത്തം പറഞ്ഞ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഇറങ്ങി വരാനിടയായിട്ടുണ്ട്. രാത്രി പ്രിയ ദൈവമക്കളെ, ആരാധനയ്ക്ക് സമയം ലഭിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ സമയം ലഭിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ സമയം ലഭിക്കുമ്പോൾ അടങ്ങിയിരിക്കരുത്, പ്രാർത്ഥിച്ചു കൊള്ളണം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ഇന്നലെ നാം വായിച്ചാൽ, ഇന്ന് രാവിലെ നാം പത്രത്തിൽ കണ്ടൊരു വാർത്തയുണ്ടല്ലോ, 11 കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ മെഡിസിൻ പഠിക്കുന്ന 11 കുട്ടികൾ അല്പസമയം അവർക്ക് ലഭിച്ചപ്പോൾ അവർ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഒരിടത്ത് പറയുന്നത് ആഹാരം കഴിക്കാൻ പോയെന്ന, മറ്റൊരു ഭാഗത്ത് പറയുന്നത് അവർ സിനിമ കാണാൻ പോയെന്ന, മറ്റൊരു വണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് 11 പേർ യാത്ര ചെയ്തു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കേന്ദ്രങ്ങളിൽ അറിയുന്നു, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അറിയുന്നു, 5 പേർ ഒരുപോലെ ലോകത്തിൽ നിന്ന് പൊരിഞ്ഞുപോയി. നോക്കൂ ദൈവമക്കളെ, എത്രയോ കൂടാരങ്ങളാ, എത്രയോ ഭവനങ്ങളാ, എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ തളം കെട്ടി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി സമാധാനത്തോടെ, ഇന്ന് രാത്രി പ്രത്യാശയോടെ, ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ സമയം ലഭിച്ചെങ്കിൽ അടങ്ങിയിരിക്കേണ്ടതുണ്ടോ? വഴിമഞ്ഞേ വെച്ച് പിശാച് അല്ലെങ്കിൽ ജീവിതത്തെ തകർത്തുകളയാൻ ഉന്നം വെച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഈ ദിവസങ്ങളിൽ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, സഭ ഒന്നിച്ച് കരയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി നമ്മുടെ നിന്നയെ അവൻ എടുത്തു മാറ്റി. ഇന്നലെ നമ്മുടെ തലമുറയെ നോക്കി, നമ്മുടെ ഭാവിയെ നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി, ജീവിത ശൈലിയെ നോക്കി ശത്രു പരിഹസിച്ച, ശത്രു ആക്ഷേപിച്ച, നീ പ്രാർത്ഥിക്കുന്നവനല്ലയോ, നീ കരയുന്നവനല്ലയോ, നീ ഒരു ബന്ധക്കോസ്തലനല്ലയോ എന്ന് ചോദിച്ച നിർണയമുണ്ടല്ലോ. ആത്മാവ് എടുത്തു മാറ്റാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല കേട്ടോ, ശത്രുവിനെ അടക്കി വെക്കാൻ കഴിയത്തില്ല. ഒരു സഹോദരി ആലയം വിട്ടുപിരിയാതെ, ആലയത്തിന്റെ വീട്ടിൽ പോകാതെ അവൾ ഇന്ന് കരയുകയാണ്. എന്തിനാ കരയെന്നറിയാമോ? അവൾക്കൊരു തലമുറയില്ല. സ്വന്തം സഹോദരിയിൽ നിന്ന് അവൾ പരിഹാസം കേട്ടു, ആക്ഷേപം കേട്ടു, നിന്ന കേട്ടു, അപമാനം കേട്ടു. അതിന്റെ നടുവിലും അവൾ ഒരു എതിർവ പറയാതെ അവൾ ദൈവസഭയിൽ മുട്ടുമടക്കിയപ്പോ
അവിടെ ഉണ്ടായിരുന്ന പ്രവാചകൻ, ദൈവത്തിന്റെ ദാസൻ, പുരോഹിതൻ പറഞ്ഞു കേട്ടു, നിനക്ക് എന്തോ ഭ്രാന്തി പിടിച്ചതായിരിക്കാം, നീ വീഞ്ഞു കുടിച്ചതായിരിക്കാം. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ ദൈവവുമായി സംസാരിക്കുക. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിഷയത്തിന്റെ മുന്നിൽ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്നത്തെ ദൈവത്തോട് കരുതലൊഴിക്കാൻ കഴിയുമോ? ഇറങ്ങി വന്ന് ഭാരപ്പെടുന്ന വിഷയത്തിന് മുന്നിൽ, നീ പരിഹാസം തരുന്ന വിഷയത്തിന് മുന്നിൽ, നീ അപമാനം തരുന്ന വിഷയത്തിന് എന്റെ ദൈവം മറുപടി തരും. നാളുകൾ നീണ്ടുപോകത്തില്ല കേട്ടോ, നാളുകൾ നീണ്ടുപോകത്തില്ല, വർഷങ്ങൾ നീണ്ടുപോകത്തില്ല. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ മറുപടിയായി സ്വർഗ്ഗം ഇറങ്ങും. ഹല്ലേലൂയ. തിരുവെഴുത്തുകൾ പറയുന്നത്, അവൾ ആർക്കു വേണ്ടി കരഞ്ഞു, ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു, അതേ കുഞ്ഞുമായി അവൾ ആലയത്തിലേക്ക് ആ അടുത്ത വർഷം ചെന്നപ്പോൾ പുരോഹിതന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏന്തിക്കൊണ്ട് പുരോഹിതൻ നിൽക്കുമ്പോൾ ഒരുപക്ഷെ പുരോഹിതന്റെ മനസ്സിനകത്തോട് വചനത്തിലില്ല, എന്റെ ഭാവനയാ. ആ പുരോഹിതൻ ചിന്തിച്ചു കാണാം, ഞാൻ ഇവളെ ഓർത്താണോ, ഇവളെ കുറിച്ചാണോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെയും അപമാനവും പറഞ്ഞത്. ഇന്ന് രാത്രി നിന്നെ കുറിച്ച്, ജീവിക്കുന്ന ദൈവമക്കളെ കുറിച്ച്, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച്, ആരാധിക്കുന്നവരെ കുറിച്ച് ജനം ഈ ദിവസങ്ങളിൽ നിന്നെയും അപമാനവും പറയാൻ എഴുന്നേറ്റാൽ നാം അടങ്ങിയിരുന്നു കൊള്ളണം. അടുത്ത ദിവസങ്ങളിൽ ദൈവാത്മാവ് ചില ദൈവപ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ കാണിക്കും കേട്ടോ. ആ നിന്ദിച്ച, അപമാനിച്ച പുരോഹിതന്റെ മക്കളുടെ അവസ്ഥ നീ പഠിച്ചു നോക്കിയാൽ അവൻ തൽക്ഷണം, രണ്ടു മക്കൾ ഹൊഫ്നിയും ഫിനെഹാസും തൽക്ഷണം ലോകത്തിന് പട്ടുപോയി. വിശുദ്ധ തിരുവെഴുത്ത് എഴുതി വച്ചിരിക്കുന്നു, ആ പ്രാർത്ഥിച്ച അമ്മ, ആ ഹന്നയുടെ മകൻ ശമൂവേൽ, ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി മാറിയ ദൈവം അവനെ കടാക്ഷിച്ചു. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നു 46 മിണ്ടാതിരുന്ന് ദൈവമെന്നറിയാൻ ഇന്ന് രാത്രി സമർപ്പണത്തോടെ ആയിരിക്കാൻ കഴിയുമോ? മിണ്ടാതിരുന്നാൽ മതി, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവാത്മാവ് ചെയ്യുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ എന്താ സംസാരിക്കാൻ എനിക്കറിയത്തില്ല. ആത്മാവ് പറയാ, നീ ഒന്ന് മിണ്ടാതിരിക്കാൻ കഴിയുമോ? ശത്രുവിന്റെ മുന്നിൽ നീ വായൊന്ന് അടച്ച്, കണ്ണുകളൊന്ന് അടച്ച്, ചെവികളൊന്ന് അടച്ച് നിനക്ക് ഇരിക്കാൻ കഴിയുമോ? ഈ 24 തീർന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ചില പ്രവൃത്തി കാണും കേട്ടോ. ഈ 24 തീർന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കും, 24 തീരാൻ ചില്ലറ ദിവസമല്ലേ ഉള്ളൂ ദൈവദാസനെ? ഈ 24 പ്രാരംഭം മുതൽ ഞങ്ങൾ കണ്ടില്ലല്ലോ. വേണ്ട, നിങ്ങൾ കാണണ്ട. പക്ഷെ ഒരു നിമിഷം മതി കേട്ടോ, ഒരു നിമിഷം മതി. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. 400 വർഷം ദൈവത്തിന്റെ ജനത്തെ പരിഹസിച്ച, ആക്ഷേപിച്ച, നിന്ദിച്ച, അപമാനിച്ച, അവരുടെ എല്ലാ നന്മയെയും മുടിച്ച ഫറവോനും സൈന്യവും 400 വർഷം കൊണ്ടല്ല ചത്തത്. 400 വർഷം കൊണ്ടല്ല, ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന്റെ ജനം മറുകര കയറിയപ്പോൾ അവർ പുറകിലേക്ക് നോക്കി. ആദ്യം വന്നു നിൽക്കും നമുക്കറിയാം, മുന്നിൽ ചെങ്കടൽ ഇങ്ങനെ കുത്തൊഴുക്കായി ആടി ഉലഞ്ഞു നിൽക്കുകയാ. ആ ചെങ്കടൽ അവരോട് പറയുന്നു, നിന്നെ ഞാൻ ഇതിനകത്ത് തകർത്ത് കളയും, നിന്നെ ഞാൻ മുന്നോട്ട് വിടത്തില്ല, നിന്റെ എല്ലാ പ്രതീക്ഷയും തകർക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്ന മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവിക കരം അവന്റെ വടിയിൽ കൂടി അവിടെ വ്യാപരിച്ച് ഒരു ഉണങ്ങിയ നിലത്തൂടെ ജനം അക്കരെ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയപ്പോൾ ഇന്നലകളിൽ അവരെ കൂടെ ഓടി വന്ന, നടന്നു വന്ന, കൊള്ള പന്തടുമെന്ന് പറഞ്ഞു വന്ന ആ മിസ്രൈം സൈന്യം ഒരു ഈയക്കട്ടി താണുപോകുന്നത് പോലെ ചില നിമിഷം കഴിഞ്ഞപ്പോൾ അവരുടെ ചെങ്കടലിലേക്ക് താണുപോയി. രാത്രി പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നിന്നെ നീ പ്രാർത്ഥിക്കുന്നവനാകൊണ്ട്, കരയുന്നവനാകൊണ്ട്, നീ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നവനാകൊണ്ട്, ഇന്നലെ പരിഹസിച്ച, ഇന്നലെ നിന്നെ ആക്ഷേപിച്ച ആ വ്യക്തികളുണ്ടല്ലോ, ഒരു നിമിഷം കൊണ്ട് ശത്രു മുന്നിൽ കീഴടങ്ങുമെന്ന് പറയുന്നത് പോലെ ശത്രു നിന്റെ മുന്നിൽ കീഴടങ്ങും, അല്ലെങ്കിൽ തമ്പുരാൻ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ.
ഞാൻ ആ ഭാഗം വിടുകയാ. നോക്കണം, നീ ഹല്ലേലൂയ. തിരുവെഴുത്തുകൾ പറയുന്നു, ആ ഹന്നയുടെ നിന്ന എന്റെ ദൈവം എടുത്തു കളഞ്ഞു. പ്രാർത്ഥിക്കുന്നവളുടെ നിന്ന, കരയുന്നവളുടെ നിന്ന, നിലവിളിക്കുന്നവരുടെ നിന്ന ഇന്ന് രാത്രി എന്റെ ദൈവം എടുത്തു മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ നിന്നയല്ല നിന്ന, എന്റെ നിന്ന ഇന്ന് രാത്രി എടുത്തു കളയാ. കഴിയുന്ന ഉന്നതനായ ദൈവം, വേറെ ഉന്നതനായ ദൈവമല്ല. ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ള ദൈവമെന്ന് അരുളി ചെയ്തവനായ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി പറയുന്നു, നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങൂ. അത് വ്യക്തിപരമായ വിഷയമായിരുന്നാലും, തലമുറയുടെ വിഷയമായിരുന്നാലും, അത് സഭയുടെ വിഷയമായിരുന്നാലും, ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു എന്റെ ദൈവം ഇറങ്ങിയിരിക്കുക. എന്റെ ദൈവം ഭോഷ്ന്ന് പറയുന്ന ദൈവമല്ല, ഭോഷ്ന്ന് പറയുന്ന സാത്താനാണ്. എന്റെ ദൈവം ഒരിക്കലും ഭോഷ്ന്ന് പറയത്തില്ല. നിന്റെ വിഷയത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം ഇറങ്ങിയിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരാമം നൽകാം. ഒരു നിമിഷം പറഞ്ഞ വാക്കുകൾക്ക് വിരാമം നൽകാം. നോക്കൂ, 90 വർഷം, 1-2 വർഷമല്ല, 90 വർഷം സാറ എന്ന് പറയുന്ന അമ്മച്ചി ഒരു നിന്ന കേട്ടുകൊണ്ടിരിക്കുക. അവളുടെ നിന്ന എന്താ? മക്കളില്ല, കൂടെയുള്ളവർ, കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ എല്ലാം പരിഹസിച്ചു കാണും. ചരിത്ര രേഖ പരിശോധിക്കുമ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് 20 വർഷം കഴിയുമ്പോൾ, വിവാഹം ചെയ്തിട്ട് 20 വർഷം കഴിയുമ്പോൾ, 20 വർഷത്തിനകം വെച്ച് ആ പെൺകുട്ടിക്ക് ഒരു തലമുറ ഉണ്ടായില്ലെങ്കിൽ അവൾ പുറത്തു വരുന്നവരോട്, സ്വന്തം ബന്ധുമിത്രാദികൾ വരുമ്പോൾ, സ്നേഹിതർ വരുമ്പോൾ അവരോട് കുശലം പറയാൻ അനുവാദമില്ല. അടുക്കളയോട് ചേർന്ന് ഒരു ചെറിയ റൂം ഉണ്ടാക്കി ആ റൂമിനകത്തായിരിക്കണം ഈ പെൺകുട്ടി. 20 വർഷത്തിനകത്ത് തലമുറയില്ലെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഉൽപ്പത്തി 18 വായിക്കുമ്പോൾ അബ്രഹാം മെമ്പറയുടെ തോപ്പിലിരിക്കുന്ന സമയം ദൂതന്മാർ വരുന്നു. ദൂതന്മാരെ സൽക്കരിക്കാൻ ഭാഗം നിന്ന് പറയാൻ സമയമില്ല. ദൂതന്മാരെ സൽക്കരിക്കുന്നു. ദൂതന്മാർ കഴിച്ച് തൃപ്തരായി പോകുന്നതിന് മുൻപ് ദൂതൻ ചോദിക്കുന്നു, നിന്റെ ഭാര്യ സാറായി എവിടെ? പക്ഷേ ഇത് ചോദിക്കുമ്പോൾ ആ കിച്ചനോട് ചേർന്ന്, അടുക്കളയോട് ചേർന്ന് ചെറിയ റൂമിൽ ഇവളിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നില്ല. പക്ഷെ ദൂതൻ ഒരു കാര്യം പറയുന്നു, ആദ്യത്തെ ആണ്ട് ഞാൻ ഇതുവഴി കടന്നു വരും. നേരത്തെ നിവാസം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പെൺകുഞ്ഞോ ചിലപ്പോൾ ഒരു ആൺകുഞ്ഞോ എന്നല്ല പറഞ്ഞത്. അടുത്ത ആണ്ട് ഞാൻ കടന്നു വരുമ്പോൾ നീ ഒരു ആൺകുഞ്ഞിനെ നീ അടച്ചോളും. ഇന്ന് രാത്രി പറഞ്ഞാൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്നവരാ. ദൈവം പറഞ്ഞതുപോലെ ചെയ്യും. നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് അനുഗ്രഹിച്ചിരിക്കും. നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം മാനിച്ചിരിക്കും. നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കും. സാറ 90 വർഷത്തെ നിന്നയാ ശ്രമിച്ചത്. പക്ഷേ എന്റെ ഭാവന അനുസരിച്ച് ആ സാറ റൂമിനകത്ത് തന്നെ ഇരുന്നത്. ചരിത്രം അങ്ങനെ പറഞ്ഞു. പക്ഷെ അബ്രഹാം അങ്ങനെയല്ല. അബ്രഹാം പുറത്തോട്ട് ഇറങ്ങി. അബ്രഹാം ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ, നമ്മളൊക്കെ ആ കടയിൽ പോകുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അബ്രഹാം പുറത്തോട്ട് പോകുന്നത്. പക്ഷെ ധനവാനല്ലേ, ഈ ധനവാനായ മനുഷ്യൻ പല കാര്യങ്ങളില്ലേ, ഇതെല്ലാത്തിനും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, ഇയാൾക്ക് സമ്പത്തുണ്ടല്ലോ, ഇയാൾ ഇത്ര ധനാഠ്യനാണല്ലോ, ഇയാൾക്ക് മക്കളില്ലല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ തലകുനിച്ചിരിക്കുക. അതാണ് 18-ാം അധ്യായം ഒന്ന് വായിക്കുമ്പോൾ അബ്രഹാം തലപൊക്കി നോക്കി. ഇന്നലകളിൽ അവന്റെ ജീവിതത്തിൽ തലപൊക്കി നോക്കാൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ, തലവൻ കീഴോട്ടിട്ട് അവൻ ഇരിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ ദൂതന്മാർ വന്നപ്പോൾ അവൻ തല ഉയർത്തി നോക്കി എന്ന് പറഞ്ഞ പ്രിയ ദൈവമക്കളെ, ഇന്നലകൾ തല ഉയർത്തി നോക്കാൻ കഴിയാതെ ഇന്നലെ തലകൾ കുടിച്ചു വെച്ചെങ്കിൽ ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, നിന്റെ വിഷയത്തിന്റെ ദൈവം തൊട്ടു കഴിഞ്ഞാൽ നിന്റെ തല ഉയർത്തുവാനിടയായി തീരും. പഠിച്ചു തൃപ്തരായി പോകുന്നു. 18-22 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ കാണുന്നത്. 2 ദൂതന്മാർ സോദോമിലേക്ക് കടന്നുപോയി. ഒരു ദൂതൻ അവിടെ നിന്നു. ആ ദൂതനെ കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞത്, അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു 3 ദൂതന്മാർ വന്നതിൽ ഒന്ന് എന്റെ ദൈവവും കൂടെ ഇറങ്ങി വന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാം നിൽക്കാനിടയായി തീർന്നു. തന്റെ ഭാര്യ 90 വർഷം സഹിച്ച നിന്ന, തന്റെ ഭർത്താവ് 99 വർഷം സഹിച്ച നിന്ന,
എന്റെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് അത് തീർത്തു കൊടുക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നാളുകളെ ചുമന്ന ഭാരമായിരിക്കാം, നാളുകളെ ചുമന്നുകൊണ്ടുള്ള വേദനയായിരിക്കാം, നാളുകളെ കരയുന്ന വേദനകളായിരിക്കാം. എന്റെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവത്തോട് പറയേണ്ടത് പോലെ, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് പോലെ, ദൈവത്തോട് അടുത്തിരിക്കേണ്ടത് പോലെ അടുത്തിരുന്ന നാളുകളാ ചുമന്ന വേദന ഒരു നിമിഷം കൊണ്ട് എന്റെ ദൈവം എടുത്തു മാറ്റിക്കൊണ്ടു. ഒരുപക്ഷേ ഇന്ന് രാത്രി തിരുവഴുത്തുകൾ വാക്യം ഇങ്ങനെ കാണപ്പെടുന്നല്ലോ, 12 സംവത്സരമായി രക്തസ്രാവം എന്ന രോഗത്തോട് മഞ്ഞു പിടിച്ചു നിൽക്കുന്ന ആ സ്ത്രീയുടെ നിന്നയുണ്ടല്ലോ, ക്ഷണത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നീ ഇന്നലകളിൽ വഹിച്ചുകൊണ്ട് നടന്ന, ഇന്നലകളിൽ സഹിച്ചുകൊണ്ട് നടന്ന, ഇന്നലകളിൽ ജീവിതത്തിന്റെ ഭാരവുമായി വലിയ പാണ്ടക്കെട്ടുമായി നടന്ന വിഷയം ഏത് തന്നെയായിരുന്നാലും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അല്ല, യേശുവിന്റെ അടുക്കലേക്ക്, യേശുവിന്റെ പാതാളങ്ങളിലേക്ക് ഒന്നടുത്ത് ചെല്ലാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ അടുത്ത് ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ഷണത്തിൽ ചിലതിനൊക്കെ വിടുതല. ഇന്നലകളിൽ കരയുന്ന വിഷയത്തിന്, ഇന്നലകളിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, ഇന്നലകളിൽ കേട്ട അപമാനത്തിന്, ഇന്നലെ കേട്ട നിന്നയ്ക്ക് പരിഹാസത്തിന് എല്ലാം അതിന് ദൈവം മറുപടി തരും. തിരുവഴുത്തുകൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 9 മുതൽ 9 താഴോട്ട് വായിക്കുമ്പോൾ സക്കറിയാവിനോട് എന്റെ കർത്താവ് പറഞ്ഞ ദൂതൻ പറഞ്ഞൊരു വാക്കൊരു കാര്യമുണ്ട്. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഈ 24 അവസാനം ഈ ഐക്യക്കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാക്കളെ ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കേട്ടോ. നിങ്ങൾ ഒത്തിരി നാളൊന്നും വിഷയത്തിന് പ്രാർത്ഥിക്കണ്ട, ഒത്തിരി നാളൊന്നും കരയണ്ട, ഒത്തിരി നാളൊന്നും ഉപവസിക്കണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. രാത്രി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിഷയത്തിന് മറുപടിയായി സർവശക്തനായ ദൈവം ഇറങ്ങും. ഈ 2024 തീർന്നതിന് മുൻപ് നമ്മുടെ വിഷയത്തിന് മറുപടി തരാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ പ്രാർത്ഥന മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ആ കർത്താവിന്റെ വരവിന് ഒരുങ്ങാം, ഉണരാമെന്ന് പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിരാമം കിട്ടുക. ദൈവമാരെ താഴ്ന്നു ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. രാത്രികാലം അനുഗ്രഹമായ 2 സന്ദേശം